ഹാർട്ട് പേഷ്യന്റ് വിട്. നിങ്ങൾ ഇവിടുത്തെ സ്റ്റാഫാണോ? ഈ യൂണിഫോം കണ്ടിട്ട് മനസ്സിലായില്ലേ? യൂണിഫോം തുണി വാങ്ങി തെപ്പിക്കാൻ കഴിയും, അല്ലെങ്കിൽ ഇവിടെയുള്ള അറ്റൻഡൻസിന്റെ കയ്യിൽ നിന്ന് കടം വാങ്ങാനും കഴിയും. ഇവിടുത്തെ സ്റ്റാഫ് ആണെങ്കിൽ ഫോട്ടോ പതിപ്പിച്ച ID കാർഡ് അവിടെ. പാറു, നിന്റെ ഗന്ധർവന്റെ പ്ലാൻ ചീറ്റിപ്പോയെന്നാ തോന്നുന്നേ. തട്ടിപ്പാണെന്ന് മനസ്സിലായ ശിവനും ഗുണ്ടകളും അവരുപദ്രവിക്കും. അതാ എന്റെ പേടി. എവിടെ നിങ്ങൾ ID കാർഡ് കാണിക്കേ. നിങ്ങൾ ഇവിടുത്തെ സ്റ്റാഫാണെന്ന് എനിക്കും കൂടി ബോധ്യം പറഞ്ഞു, എന്നാലേ ഇയാളെ കൊണ്ടുപോകാൻ ഞാൻ സമ്മതിക്കും. നിങ്ങൾ ഇവിടുത്തെ സ്റ്റാഫാണെന്ന് തെളിയിക്ക്. എന്താ ഇവിടെ? ഡോക്ടർ മോഹൻ, പേഷ്യന്റ് എത്തിയാലുടൻ എന്റെ കൺസൾട്ടിംഗ് റൂമിലേക്ക് കൊണ്ടുവരണമെന്ന് ഞാൻ പറഞ്ഞിരുന്നതല്ലേ? പേഷ്യന്റും കൊണ്ട് ഞങ്ങള് ഡോക്ടറുടെ കൺസൾട്ടിംഗ് റൂമിലേക്ക് വരുമായിരുന്നു. പക്ഷേ പേഷ്യന്റിന്റെ കൂടെ വന്നവർ സമ്മതിക്കുന്നില്ല. ഇവർക്ക് ഇവിടത്തെ അറ്റൻഡേഴ്സിന്റെ ID കാർഡ് കാണണമെന്ന്. അറ്റൻഡേഴ്സിന്റെ ID കാർഡ് ആവശ്യപ്പെടാൻ ബൈസ്റ്റാൻഡർക്ക് അവകാശമില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമോ പരാതിയോ ഉണ്ടെങ്കിൽ എന്നോട് പറയാം. ഇവരിവിടുത്തെ സ്റ്റാഫ് തന്നെയാണോ? സ്റ്റാഫിനെ അല്ലാതെ വഴി പോകുന്നവരാരെങ്കിലും ഞാനോട് പിടിച്ച് നിർത്തോ? ഗന്ധർവൻ ഇവിടെയുള്ളൊരു ഡോക്ടറെ ഏർപ്പാടാക്കിയിട്ടുണ്ടെന്ന് പ്രിയഞ്ചേട്ടൻ പറഞ്ഞിരുന്നില്ലേ? അത് ശരിക്കും ഈ ഡോക്ടറാ. പെട്ടെന്ന് സ്കാൻ ചെയ്യണം. അത് കഴിഞ്ഞ് ഉടനെ ICUലേക്ക് മാറ്റണം. ശരി ഡോക്ടർ. ജെനിഫറിനെ കുറിച്ച് ഞാൻ വിശദമായിട്ട് അന്വേഷിച്ച് അറിഞ്ഞിട്ടുണ്ട്. ഒറ്റ മോളായതുകൊണ്ട് ഒരുപാട് സ്നേഹിച്ചു ലാളിച്ചുവാ അയാളും ആ തള്ളയും കൂടെ അവളെ വളർത്തിയത്. അതുകൊണ്ട് തന്നെ പപ്പയ്ക്കോ മമ്മിക്കോ സുഖമില്ലെന്ന് അറിഞ്ഞ അവൾക്ക് ഇരിക്കപ്പുറത്ത് കിട്ടില്ല. അവൾ ഇവിടെ എത്തും, ഒരുപക്ഷെ എത്തിയിട്ടുണ്ടാവും. അതുകൊണ്ട് സ്കാനിംഗ് റൂമിലും ICUലും വേണ്ടി വന്ന ഓപ്പറേഷൻ തിയേറ്ററിലും നമ്മൾ കയറി പരിശോധിക്കും. പക്ഷെ ശിവ, ICUലും സ്കാനിംഗ് റൂമിലും ഓപ്പറേഷൻ തിയേറ്ററിലും ഒക്കെ ഒളിച്ചിരിക്കാൻ ഇവിടെയുള്ളവരാരെങ്കിലും അനുവദിക്കോ? അവിടെ എന്റെ അച്ഛന്റെ തകർച്ച കാണാൻ എതിർ പാർട്ടിക്കാർ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. അവള് കാരണം അവരുടെ ആഗ്രഹം സാധിച്ചത്. അതുകൊണ്ട് തന്നെ അവരുടെ സപ്പോർട്ട് അവൾക്കുണ്ടാവും. ഇതിനകത്ത് കയറി നോക്കാം, വാ. എങ്ങോട്ടാ ഈ തള്ളിക്കറി പോകുന്നത്? ഇത് സ്കാനിംഗ് റൂമാണെന്ന് അറിയില്ലേ? സ്കാൻ ചെയ്യുന്നത് ഞങ്ങൾക്ക് കാണണം. കാണാൻ മാത്രമൊന്നുമില്ല, ഒരു മെഷീനിൽ കിടത്തി തള്ളിവിടും, അത്ര തന്നെ. സ്കാനിംഗ് റൂമിൽ ആർക്കും പ്രവേശനം ഇല്ല. ഇവിടെ നിന്നാ മതി. അവര് ഡോറിന്റെ മുന്നിൽ തന്നെ ഉണ്ട്. അവരുടെ മുന്നിൽ കൂടി ഇവരെ എങ്ങനെ ഇറക്കിക്കൊണ്ട് പോവാ? അതിനുള്ള വഴികളൊക്കെ ഗന്ധർവൻ വിശദമായിട്ട് ആ ലെറ്ററിൽ എഴുതിയിട്ടുണ്ട്. ഇവിടുന്ന് ICUലേക്കാ കൊണ്ടുപോകേണ്ടത്. പക്ഷെ ICUലേക്ക് കൊണ്ടുപോകുന്നത് ഇദ്ദേഹത്തെ ആയിരിക്കില്ല, പിന്നെ നിന്നെ ആയിരിക്കും. എന്നെയോ? എടാ മഹാഭാവി, എന്നെ ICUലോട്ട് കൊണ്ടുപോകുന്നു പറയാൻ നിനക്ക് എങ്ങനെ മനസ്സ് തോന്നൂടാ? നിനക്ക് പേടിയാണെങ്കിൽ ICUയിൽ ഞാൻ കിടന്നോളാം. പക്ഷേ അവരുടെ മുന്നിലൂടെ ഇവരെ നീ പുറത്തെത്തിക്കണം. കഴിയൂ? അത് റിസ്കാ. അത് വേണ്ട, ICUയിൽ ഞാൻ കിടന്നോളാം. ആ എഴുത്തെന്റെ മടിയിലിട്ട് തന്ന ആൾ ആരാണെന്നോ അയാൾ ഞങ്ങളെ സഹായിക്കുന്നത് എന്തിനാണെന്നോ ഒന്നും തന്നെ ഞങ്ങൾക്കറിയില്ല. ഞങ്ങളെ ജെന്നിഫറിന്റെ അടുത്തെത്തിക്കാൻ ഇവിടെ 4-5 പേർ ഉണ്ടാകുമെന്നും ആ എഴുത്തിലുണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ നിങ്ങളൊക്കെ ആരാ? ഞാനും ജെന്നിഫറും ഒരു മുറിയിലാ താമസം. ഇവരൊക്കെ എന്റെ കൂടെ ജോലി ചെയ്യുന്നവരാ. വിശദമായിട്ട് പിന്നീട് പരിചയപ്പെടാം. ശിവൻ എന്തെങ്കിലും സംശയം തോന്നുന്നതിന് മുമ്പ് നിങ്ങൾ ഇവിടുന്ന് പുറത്ത് കിടക്കണം. ജയന്തി, ആ സ്ട്രെച്ചറിങ് എടുക്ക. മോഹൻ, നീ ഇതിൽ കയറി കിടക്ക. കിടക്കണോ? കിടക്ക്. പുതപ്പിക്ക്. സൗന്ദര്യ, മോഹൻ ICUലേക്ക് കൊണ്ടുപോകേണ്ടത് നീയാ. ഞാനോ?
പ്രിയചേട്ടൻ കൂടെ വരില്ലേ? ഇല്ല, എനിക്ക് ഇവരെ പുറത്തെത്തിക്കണം. പേടിക്കണ്ട, മോഹനും ജയന്തിയും കൂടെ ഇല്ലേ? ശരി പ്രിയചേട്ടാ. എന്തിനാ തലമുടുന്നത്? അവരുടെ മുന്നിലൂടെ തല മൂടാതെ കൊണ്ടുപോയാ അവർക്ക് ആൾമാറാട്ടം മനസ്സിലാവില്ലേ? ഓ, ആന്റി ഇവരുടെ കൂടെ പോണം. ഇങ്ങോട്ട് വന്നപ്പോ ആന്റി കരയുന്നതായിട്ട് അഭിനയിച്ചില്ലേ? അതിനേക്കാൾ നന്നായി കരയണം. ഈ കിടക്കുന്നത് ആന്റിയുടെ ഭർത്താവ് തന്നെയാണെന്ന് ശിവനും ശിവന്റെ ആൾക്കാർക്കും തോന്നണം. ഭർത്താവ് അത്യാസന നിലയിൽ കിടക്കുമ്പോ ഭാര്യമാരെ എങ്ങനെയാ കരയുക? അതുപോലെ കരയണമെന്നാ പ്രിയം പറഞ്ഞതിന്റെ അർത്ഥം. അല്ലടാ പ്രിയ? മിണ്ടാതെ കിടക്കട. കൊണ്ടുപോയിക്കോ. ജയന്തി കൂടെ ചെല്ല.